ശാരദാമ്മയുടെയും ശാലിനിയുടെയും ശ്യാമയുടെയും അടുത്തോട്ട് ശാരിക ഓടി വരുന്നുണ്ട്. ഓടി വന്ന് അമ്മേ എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും ഞെട്ടുകയാണ്. ശാലിനിയും ശാരദാമ്മയും ഒക്കെ ചോദിക്കുന്നുണ്ട്, എന്താ ശാരിക, എന്താ നിനക്ക് പറ്റിയത്, എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. ശാരിക പറയുന്നുണ്ട്, എനിക്കൊരു പ്രശ്നവുമില്ല അമ്മേ, ആദ്യം നിങ്ങൾ പോയിട്ട് ആ ടി വി ഒന്ന് വെക്കാന്ന് പറയാണ്. അങ്ങനെ ശ്യാമ ഓടിപ്പോയി റിമോട്ടെല്ലാം തിരഞ്ഞ് ടി വി ന്യൂസ് ചാനൽ വെക്കി ശ്യാമേ എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ന്യൂസിൽ കാണുന്നത് ശാലിനിക്ക് അഭിനന്ദനം പറഞ്ഞുകൊണ്ട് വാർത്ത വായിക്കുന്നതാണ്. ഇത് കണ്ട് ശ്യാമയ്ക്കും ശാലിനിക്കും ശാരദാമ്മയ്ക്കും സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല. കാരണം സിവിൽ സർവീസ് ഇൻ്റർവ്യൂവിൽ ഉയർന്ന മാർക്കോടുകൂടി പാസ്സായി ശാലിനി വിഷ്ണുവിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകളൊക്കെ പറയാണ്. ഇതെല്ലാം കേട്ട് ശാരദാമ്മയുടെ കണ്ണ് നിറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോളെ കൊണ്ടത് സാധിച്ചെടുത്തോല്ലോ, അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. എൻ്റെ മോളുടെ ഒരൊറ്റ കഠിനാധ്വാനം കൊണ്ടാണ് എൻ്റെ മോൾക്ക് ഈ നിലയിൽ വരെ എത്താൻ സാധിച്ചതെന്ന് പറയാണ്. ശാലിനി പറയുന്നുണ്ട്, അങ്ങനെയല്ല അമ്മേ, എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും പൈസ കൊടുത്ത് മാത്രം നേടാൻ സാധിക്കില്ല എന്ന് ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. ഞാൻ എന്ന വ്യക്തി എല്ലാവർക്കും ഒരു പ്രചോദനമായിരിക്കും. എന്നെപ്പോലുള്ള എല്ലാ പെൺകുട്ടികളും ഇനി മുന്നോട്ട് വരണമെന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. പാവപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ ഇനി സംരക്ഷിക്കുമെന്ന് പറയാണ്. ഇത് കേട്ട് ശാരദാമ്മ പറയുന്നുണ്ട്, ഇത് എന്നും ഇതുപോലെ തന്നെ പറയണമെന്ന് പറയാണ്. അങ്ങനെ ശ്യാമയും അഭിനന്ദനങ്ങളൊക്കെ പറയുന്നുണ്ട്. കെട്ടിപ്പിടിച്ച് കുഞ്ഞേച്ചി എന്നൊക്കെ വിളിച്ച് കുഞ്ഞേച്ചിക്ക് ഇനിയും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുന്നുണ്ട്. ശാരികയൊക്കെ ആശംസിക്കുകയാണ്. അങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്, ആദ്യം പോയിട്ട് കുറുപ്പ് സാറിനോട് ഇക്കാര്യം പറയണമെന്ന് പറയാണ്. വേണ്ട അമ്മേ, ഞാൻ തന്നെ പോയി പറയുന്നല്ലേ നല്ലത് എന്ന് പറയാണ്. കുറുപ്പ് സാർ ഇപ്പോൾ അതൊക്കെ ടി വിയിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ എന്നും പറയും. ശാരദാമ്മ പറയുന്നുണ്ട്, ഈ വിവരം സത്യാമ്മ അറിയുമ്പോൾ എന്തായിരിക്കുമെന്ന് ചോദിക്കുകയാണ്. സത്യാമ്മയോട് നീ ഇനി പഠിക്കാനൊന്നും പോവില്ല, ഒന്നിനും നിൽക്കില്ല എന്നല്ലേ പറഞ്ഞത്, ഇതറിയുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് ശാരദാമ്മ പറയാണ്. അങ്ങനെ ശാരിക പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല അമ്മേ, കളക്ടറുടെ വണ്ടിയിൽ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ആ ദേഷ്യമൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാണ്. അല്ല മോളെ, വിഷ്ണുവിനോട് ഇക്കാര്യം പറയണ്ടേ, വിഷ്ണു ഇത് അറിഞ്ഞു കാണുമോ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ ശാലിനി ഒന്നും മിണ്ടാതെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവും രോഹിത്തും അച്ഛനും കൂടെ ടി വി കാണുകയാണ്. ടി വി കാണുന്നതിൻ്റെ ഇടയിൽ ഈ ന്യൂസ് വരികയാണ്. ഇത് കണ്ട് സന്തോഷം സഹിക്കാനാവാതെ വിഷ്ണു തുള്ളിച്ചാടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ കണ്ടില്ലേ ന്യൂസ്, എൻ്റെ ഭാര്യ IAS ആണ്, IAS, അതായത് എൻ്റെ ഭാര്യ കളക്ടറായി. അച്ഛൻ കണ്ടോ എന്ന് പറയുന്നുണ്ട്. ഞാൻ കണ്ടടാ എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛനും വളരെ സന്തോഷമായിരിക്കുകയാണ്. അങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്, ഇനി ശാലിനി വിഷ്ണു IAS ആണെന്ന് പറയാണ്. വളരെ സന്തോഷത്തോടു കൂടി ഡാൻസ് കളിക്കുകയാണ് വിഷ്ണു രോഹിത്തിനെയും കൂട്ടിയിട്ട്. അങ്ങനെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുകയാണ്. അതിൻ്റെ ഇടയിൽ രോഹിത്ത് പറയുന്നുണ്ട്, എടാ നിർത്തടാ, അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആവില്ല എന്ന് പറയാണ്. അമ്മ അതിന് ഇവിടെ ഇല്ലല്ലോ, കോൺട്രാക്ടറെ കാണാൻ പോയതല്ലേ, നമുക്കിത് ആഘോഷിക്കണ്ടേ രോഹിത്തെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് ഡാൻസ് കളിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ഫയൽ മറന്നു വെച്ച് അത് എടുക്കാനായിട്ട് സത്യാമ്മ വീട്ടിലോട്ട് കയറി വരികയാണ്. അച്ഛൻ പറയുന്നുണ്ട്, IAS ഒന്ന് വിളിക്കടാ, നീ വിളിച്ച് സംസാരിക്കെന്ന് പറയാണ്. അങ്ങനെ ശാലിനിക്ക് വിളിക്കുമ്പോൾ ശാലിനിയുടെ ഫോൺ എൻഗേജ്ഡ് ആണ്. അയ്യോ അച്ഛൻ എൻഗേജ്ഡ് ആണല്ലോ എന്ന് പറയാണ്. എന്തായാലും നേരിട്ട് പോയി അഭിനന്ദനം പറയുന്നത് തന്നെ നല്ലത്, പോകുമ്പോൾ കുറച്ച് മിഠായിയും സ്വീറ്റ്സും ലഡു എല്ലാം വാങ്ങിച്ചോട്ടോ എന്ന് പറയാണ്. അത് കേട്ടിട്ടാണ് നമ്മുടെ സത്യാമ്മ കയറി വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ സത്യാമ്മേനെ കാണുമ്പോൾ എല്ലാവരും ഞെട്ടാണ്. അപ്പോൾ വിഷ്ണു അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛൻ അമ്മ എന്ന് പറയുന്നുണ്ട്. എന്താ ഇവിടെ എല്ലാവർക്കും പരിപാടി എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല അമ്മേ, വെറുതെ ഇരിക്കുകയാണെന്ന് പറയാം. അമ്മ എന്താ വേഗം ഇങ്ങോട്ടേക്കിനെ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് രോഹിത്ത്. ഇതേ സമയം പറയുന്നുണ്ട്, എൻ്റെ ഫയൽ ഇവിടെ മറന്നു വെച്ചു, അത് എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയാണ്. ആണോ, അമ്മ എന്തായാലും ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയെന്ന് പറയുന്നുണ്ട്. കാരണം ടി വിയിൽ ന്യൂസ് കാണുന്നുണ്ടല്ലോ, അപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് നിൽക്കുകയെന്ന് പറയാണ്. അങ്ങനെ പിന്നീട് ശാലിനിയുടെ ഇൻ്റർവ്യൂ ഒക്കെയാണ് അതിൽ കാണിക്കുന്നത്. അത് കാണാത്ത രീതിയിൽ സത്യാമ്മയെ നിർത്തുന്നുണ്ട്. അങ്ങനെ വിഷ്ണു നിലത്തങ്ങ് വീഴാണ്. എന്തിനാന്ന് വെച്ചാൽ റിമോട്ട് നിലത്ത് കിടക്കുകയാണ്, അത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. റിമോട്ട് എടുത്തിട്ട് സൗണ്ട് കുറയ്ക്കാൻ നേരത്ത് സൗണ്ട് കുറയുന്നില്ല. അങ്ങനെ വീണ്ടും റിമോട്ട് കൊട്ടുന്നൊക്കെ ഉണ്ട്, എന്നിട്ടൊന്നും സൗണ്ട് കുറയുന്നില്ല. എന്താണ് നിനക്ക് പറ്റിയത്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഒരു പ്രശ്നമെന്ന് ചോദിക്കുന്നത്. നീ പോയിട്ട് വെള്ളം എടുത്ത് വാടാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രോഹിത്ത് വെള്ളം എടുക്കാൻ വേണ്ടി പോയിട്ട് നേരെ കൊടുന്നു കൊടുക്കുന്നത് വിഷ്ണുവിനാണ്. എനിക്കല്ല അമ്മയ്ക്ക് വെള്ളം കൊടുക്കുകയെന്ന് പറയാണ്. എനിക്ക് വെള്ളം വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ എനിക്ക് വെള്ളം എന്ന് ചോദിക്കുകയാണ്. അല്ല ബാമേ, നല്ല വെള്ളം കുടിക്കണം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ല നിൻ്റെ ആരോഗ്യം നല്ല നോക്കണം, വെള്ളം കുടിക്കുകയെന്ന് പറഞ്ഞാൽ വെള്ളം കൊടുക്കുകയാണ്. ആ സമയത്ത് സൗണ്ടൊക്കെ കുറയ്ക്കുന്നുണ്ട്. ടി വി ഓഫ് ചെയ്യാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സത്യാമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇപ്പോൾ ടി വി ഓഫ് ചെയ്ത്, അച്ഛൻ ടി വി കാണുന്നതല്ലേ, ന്യൂസ് വെച്ചു കൊടുക്കുക അച്ഛനെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, വേണ്ട എനിക്ക് ന്യൂസ് കാണണ്ട എന്ന് പറയുന്നുണ്ട്. അതെന്താ, അച്ഛപ്പോൾ ന്യൂസ് കാണാറില്ലല്ലോ, ന്യൂസിൽ എന്തൊക്കെയാണ്, അതൊന്നും കണ്ടുകൂടെ അമ്മേ, കൊലയും മാത്രമേ ഉള്ളൂ, അച്ഛൻ അതൊന്നും കാണിച്ചു കൊടുക്കണ്ട. പിന്നെ ഇന്നാളിനെ ഞാനൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഭർത്താവ് ഭാര്യയെ ഗർഭിണിയാക്കിയെന്ന്. എൻ്റെ ഈശ്വര, ഞാനത് കണ്ട് ചിരിച്ചിട്ടുണ്ടോ എന്ന് പറയാണ്. ഇത് കേട്ട് അച്ഛനൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനുശേഷം അമ്മ എന്നാൽ ഞാൻ ഫയൽ എടുത്തിട്ട് വരാം
തരാമെന്ന് പറഞ്ഞ് രോഹിത് പോവാണ്. വേണ്ട വേണ്ട ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞ് സത്യമ്മ പോയിട്ട് ഫയൽ എടുക്കാൻ പോവാണ്. ഫയൽ എടുത്ത് വരുമ്പോൾ പിന്നീട് ചോദിക്കുന്നു, അല്ലടാ ഒരു സംശയം, ഞാൻ കയറി വരുമ്പോൾ ആർക്കാണ് സ്വീറ്റ്സും മിഠായിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞത്? അപ്പോൾ വിഷ്ണുവിനെ ഒന്നും പറയാൻ കിട്ടുന്നില്ല. പറയടാ ആർക്കാടാ പറയടാ എന്ന് രോഹിത്തിനെ ഇങ്ങനെ പിച്ചുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അച്ഛൻ പറയുന്നുണ്ട്, അത് പിന്നെ നമ്മുടെ ശ്യാമല്ലേ, ശ്യാമേനെ കാണാൻ പോകണമെന്ന് രോഹിത്ത് പറയുന്നുണ്ട്. അപ്പോൾ പറയായിരുന്നു കുറച്ച് സ്വീറ്റ്സും മിഠായിയൊക്കെ വാങ്ങിച്ചു കൊണ്ട് പോകാനെന്ന് പറയാണ്. അതന്നെ അമ്മേ അതന്നെ, രോഹിത്തിനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ അവൻ കുറച്ച് മിഠായിയൊക്കെ വാങ്ങിച്ചിട്ട് പോട്ടെ എന്ന് ഞങ്ങൾ പറയായിരുന്നു എന്ന് പറയുക. അപ്പോൾ ഇതേ സമയം സത്യമ്മ പറയുന്നുണ്ട്, ഇതാണോ കാര്യം, നിനക്ക് എപ്പോൾ വേണമെങ്കിൽ പോവാലോ, എന്തായാലും ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് സത്യമ്മ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. സത്യമ്മ പോയതിന് ശേഷം നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെ പൊട്ടത്തരങ്ങളാടാ പറയുന്ന വിഷ്ണു എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ അച്ഛൻ എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല. എന്തിനെക്കുറിച്ച്? അല്ല ഗർഭിണിയാക്കുന്നതിനെ കുറിച്ച്. ആരായിന് ഗർഭിണിയാക്കുന്ന കാര്യം? അതല്ല, കള്ളം പറയുന്നതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണ ഒന്നുമില്ല, അതുകൊണ്ടാണ് നിനക്ക് IAS-കാരിക്ക് സർപ്രൈസ് കൊടുക്കണ്ടേ എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. പിന്നെ അച്ഛാ കൊടുക്കണം, ഒരു വലിയ സർപ്രൈസ് തന്നെ കൊടുക്കണം എന്ന് പറയാണ്. അങ്ങനെ ബാൻഡ് വാദ്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ശാലിനിയുടെ വീട്ടിലോട്ട് വിഷ്ണുവിൻ്റെ കൂട്ടുകാരൊക്കെ കൂടെ പോവാണ്. ഇതേ സമയം ശാലിനിയുടെ വീടിന് മുൻപിൽ സുസ്മിത വണ്ടി നിർത്തി, ശ്യാമയ്ക്ക് അബോഷനായ കാര്യം എന്തായാലും സത്യമാണ്, പക്ഷേ കൂടുതൽ തെളിവുകൾ വേണം, അന്ന് എന്നെ തല്ലിയതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്ന് പറഞ്ഞ് പഴയതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ എല്ലാ തെളിവുകളും ഞാൻ കണ്ടെത്തുമെന്ന് പറഞ്ഞ് ശാലിനിയുടെ വീടിൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. ഇതേ സമയം പുറത്തുനിന്ന് കൊട്ട് കേട്ട് സുസ്മിത നോക്കുന്നുണ്ട്. ഇതേ സമയം സുസ്മിത പറയുന്നുണ്ട്, എലക്ഷൻ്റെ വിജയാഘോഷമൊക്കെ കഴിഞ്ഞതാണല്ലോ, ഇതിപ്പോൾ എന്താ കൊട്ടൊക്കെ കേൾക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാണുന്നത് വിഷ്ണു ഒക്കെ നല്ല താളം പിടിച്ച് ഡാൻസ് കളിച്ച് ശാലിനിയുടെ വീടിൻ്റെ മുൻപിലോട്ട് അയ്യോ വിഷ്ണു ആണല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് സുസ്മിത ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നുണ്ട്. അങ്ങനെ വിഷ്ണു നല്ല ഡാൻസൊക്കെ കളിച്ച് പൂമാലയൊക്കെ ആയിട്ട് ശാലിനിയുടെ വീടിൻ്റെ മുൻപിലോട്ട് വരികയാണ്. അവിടെ വെച്ചിട്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.